സദ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവമായ പായസമാണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അതും അടപ്രഥമൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണം. ആദ്യമായിട്ട് നമുക്ക് അട വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം NSൻ്റെ റൈസ് അടയാണ് എടുത്തേക്കുന്നത്. ഇത് പഴയ കാലം തൊട്ടുള്ള അടയാണ് കേട്ടോ. പാക്കറ്റിൻ്റെ കളറും കാര്യങ്ങളും വ്യത്യാസം വന്നതേ ഉള്ളൂ. കല്യാണങ്ങൾക്കും എല്ലാം ഉപയോഗിച്ചിരുന്ന ഒരു അടയായിരുന്നേ. അപ്പോൾ അതേ നമ്മളിത് 35 രൂപയോ അങ്ങാണ്ടാണ് ഒരു പാക്കറ്റിൻ്റെ വില. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്ക് നമുക്ക് ആ അടയൊക്കെ ഇതിലേക്ക് അങ്ങ് കുടഞ്ഞിട്ട് കൊടുക്കാമേ. ഇനി പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം ഇതങ്ങ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് നമ്മളൊന്ന് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഞാൻ പറയാൻ വിട്ടു, ഈ ഒരു വെള്ളത്തിലേക്ക് ഞാനൊരു 2-3 തുള്ളി നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതേ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് അടയൊക്കെ നന്നായിട്ട് നല്ല പാകമായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു അട ഞാനിങ്ങനെ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു 2-3 പ്രാവശ്യം തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് ഊറ്റി വെച്ചേക്കുവാണ് അതിൻ്റെ പശപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പായസം ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ്, ഏകദേശം ഒരു 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ ഒന്ന് ചെറുതായിട്ട് നന്നായിട്ട് ചൂടായി വന്നപ്പോഴത്തേക്കും നല്ല കട്ടിയിൽ ഉരുക്കി അഴുക്കൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ശർക്കര ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ അവരവരുടെ പാകത്തിന് തന്നെ ചേർത്ത് കൊടുത്തേക്കണേ. അത് നമ്മൾ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം ശർക്കര ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള അടയും കൂടി ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. പായസത്തിൻ്റെ ഒരു പ്രധാന ചേരുവ, അതായത് ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മളിങ്ങനെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നതാണ്. പ്രത്യേകിച്ചും അടപ്രഥമൻ എന്നൊക്കെ പറയുമ്പം ആ ഒരു നെയ്യും തേങ്ങാപ്പാലും ഒക്കെ നന്നായിട്ട് ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ശർക്കരയിലേക്ക് അടയൊക്കെ നന്നായിട്ട് പിടിച്ച് ചെറുതായിട്ട് ഇങ്ങനെ വരണ്ട് വരുന്നൊരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് 3-ാം പാൽ ഒഴിച്ചു കൊടുക്കാമേ. ഞാനിവിടെ ഒരു ചെറിയൊരു തേങ്ങ തിരുമ്മിയിട്ട് അത് ഫുള്ള് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അത് 3 പാലെടുത്ത് വെച്ചിട്ടുണ്ട്. 1-ാം പാലും 2-ാം പാലും 3-ാം പാലും. 3-ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിവിടെ ചവ്വരി കുറച്ച് തിളപ്പിച്ച് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് കൊടുക്കാം. ആ ഒരു വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കണേ. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണേ. ഇനി ഇതൊക്കെ നന്നായിട്ട് കുറുകി വരുമ്പോഴത്തേക്കാണ് നമ്മൾ 2-ാം പാല് ഒഴിച്ചു കൊടുക്കുന്നത്. പായസം ഇങ്ങനെ കുറുകി വരുമ്പോഴാണ് നമ്മൾ ഈ തേങ്ങാപ്പാലുകൾ ചേർത്ത് കൊടുക്കുന്നത്. 2-ാം പാല് കുറച്ച് കൂടുതലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പം ഏകദേശം എന്ന് പറയുമ്പം പാലുകളുടെ കണക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഒരു 1/2 കപ്പ് 1-ാം പാൽ എടുക്കണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് 2-ാം പാൽ എടുക്കണം. 1.25-1.5 കപ്പ് വരെ 3-ാം പാൽ എടുക്കുക. ആ ഒരു കണക്കാണ്. 2-ാം പാൽ ചേർക്കുമ്പോഴാണ് നമ്മൾ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചുക്കുപൊടിയും ജീരകപ്പൊടിയും ഏലക്കപ്പൊടിയും കൂടി വറുത്തിട്ട് പൊടിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് മാത്രമേ ചേർത്തുള്ളൂ. പിന്നെ ഈ സദ്യയോടനുബന്ധിച്ച് ഇഞ്ചിക്കറിയുടെയും പിന്നെ അവിയലിൻ്റെയും പരിപ്പിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വട കൂട്ടുകറിയുടെ ഒക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം. സഹായം ആവുന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാവത്തക്ക രീതിയിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്തേക്കുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടണേ. ഏറ്റവും ലാസ്റ്റ് നമ്മൾ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുവാണ്. തലപ്പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ പായസം തിളയ്ക്കാൻ പാടില്ല. സിമ്മിലിട്ടിട്ട് നന്നായിട്ട് തുടരെ ഇളക്കി അങ്ങ് യോജിപ്പിച്ചെടുത്തിട്ട് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്താൽ മതി. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ അടപ്രഥമൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് താളിച്ചൊഴിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നെയ്യാണ് കുഞ്ഞ് കൈച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഉണക്കത്തേങ്ങ കുനുകുനാന്ന് അരിഞ്ഞിട്ട്, കൊട്ടത്തേങ്ങ കിട്ടുകയാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. ഞാനിപ്പം കുറച്ച് ഉണങ്ങിയൊരു ടൈപ്പ് തേങ്ങയാണ് എടുത്തേക്കുന്നത്. ഇളം തേങ്ങയും കരിക്ക് തേങ്ങയും ഒന്നും എടുക്കരുത്. പായസം പെട്ടെന്ന് വളിച്ചും പോവും. അതുകൊണ്ടാണ് ഉണക്കത്തേങ്ങ എടുത്ത് ഇതുപോലെ നല്ല ബ്രൗൺ നിറമാവണം. ഗോൾഡൻ ബ്രൗൺ അല്ല, കുറച്ചുകൂടെ ബ്രൗൺ നിറമാവണേ. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിതിലേക്ക് കശുവണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഉണക്കമുന്തിരി എല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം മുന്തിരി വീർത്ത് നല്ല ബബിൾ ആകുമ്പോഴത്തേക്കാണ് കശുവണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു അണ്ടിപ്പരിപ്പ് പെട്ടെന്ന് അങ്ങ് ഒരു കളറ് മാറി ഒരു കരിഞ്ഞൊക്കെ പോകും. അതുകൊണ്ടാണ്. ഇനിതേ ഉണക്കത്തേങ്ങ ഇട്ടു, അതുപോലെ തന്നെ ഉണക്ക മുന്തിരി ചേർത്തു, പിന്നെ കശുവണ്ടിപ്പരിപ്പ് ചേർത്തു. ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മൂത്ത് മൊരിയിച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ പായസത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
പായസം അതായത് അടപ്രഥമൻ അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു വാഴയില കൊണ്ട് മൂടി വെക്കണേ. ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് വാഴയില മാറ്റിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.